നിധി, ഇവിടെ ആരുമില്ലേ? നിധി, അമ്മേ. വരുന്നു. ആ, നീ എത്തിയോ? അല്ല, നിധി നിർമ്മലാമ്മയ്ക്ക് എവിടെ പോയി? ആ രണ്ടെണ്ണത്തിന്റെയും കാര്യം പറയാതിരിക്കുന്നതാ നല്ലത്. ഞാൻ തുണി വിരിക്കാൻ പോകുമ്പോഴേ രണ്ടെണ്ണം കൂടി ഇവിടെ പച്ചക്കറി അരിയായിരുന്നു. ടെറസിൽ തുണി വിരിച്ചോണ്ട് വന്ന എന്റെ അടുത്ത് വന്ന് ഒരു വക പച്ചക്കറിയില്ല, ഞങ്ങൾ മാർക്കറ്റിൽ പോയി പച്ചക്കറിയും വാങ്ങിക്കൊണ്ട് ഇപ്പൊ വരാന്നും പറഞ്ഞൊരൊറ്റ പോക്ക് പോയതാ. നിൽക്ക്, ഞാനും കൂടി വരാന്ന് പറഞ്ഞിട്ട് പോലും നിന്നില്ല. എന്നിട്ട് പിന്നെ അവരോടെ? ആർക്കറിയാം. ഞാനിവിടെ കറികളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. പച്ചക്കറികൾ വാങ്ങിക്കാൻ പോയവർ ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. അത്താഴത്തിനെങ്കിലും തിരിച്ചെത്തിയാ മതിയായിരുന്നു. എത്രയാ? 65 രൂപ. വേഗം വാ മോളെ, എനിക്ക് പേടിയാവുന്നു. ദേ ഗൗതമിന്റെ കാറ് കിടക്കുന്നു. ദൈവമേ, ഗൗതം വന്നോ? ഇനിയിപ്പോ എന്ത് ചെയ്യും? തിരിച്ചു പോകാനൊന്നും പറ്റില്ലല്ലോ. വേണ്ടി എന്തായാലും വാ, വേഗം വാ. രാവിലെ അത്യാവശ്യമായിട്ട് പച്ചക്കറി മേടിക്കാൻ പോയവര് തിരികെ വരുന്ന സമയം കണ്ടോടാ മോനെ. അമ്മ പറഞ്ഞത് നിങ്ങൾ പോയിട്ട് മണിക്കൂറുകളായെന്നാണല്ലോ. എന്തു പറ്റി ഇത്രയും ലേറ്റ് ആവാൻ? ചോദിച്ച കേട്ടില്ലേ എന്താ ഇത്രയും വൈകിയെന്ന്? അത് പിന്നെ ഇന്നത്തെ കാലത്ത് പച്ചക്കറികളൊക്കെ വാങ്ങുമ്പോ ഒരുപാട് ശ്രദ്ധിക്കണം. അല്ല, മരുന്നടിച്ചല്ലേ വരുന്നത്. ഓരോന്നോരോന്നായി എടുത്ത് നാടനാണോ നോക്കിയല്ലേ വാങ്ങാൻ പറ്റൂ. അത് ശരിയാ. എന്നിട്ട് വാങ്ങിച്ച നാടൻ പച്ചക്കറികളൊക്കെ നോക്കട്ടെ. നിന്നേ. കൊള്ളാലോ. എനിക്ക് തോന്നുന്നതേ മാർക്കറ്റിൽ ഉണ്ടായിരുന്നതെല്ലാം മരുന്നടിച്ച പച്ചക്കറികളായിരുന്നെന്നാ. അതുകൊണ്ടായിരിക്കും ഒരു കെട്ട് ചീരയും വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് പോകുന്നത്. നിന്റെ ഭാര്യയുടെ കരുതല് കണ്ടോടോ മോനെ. 3 മണിക്കൂറോളം എടുത്ത് പച്ചക്കറികളിലെ ഗവേഷണം നടത്തി ഒരു കെട്ട് ചീരയും വാങ്ങിച്ചോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. സത്യം പറയുന്നത്, ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയിരിക്കുമായിരുന്നു? ഇനി ഞാൻ സത്യം പറയാം. ഞാൻ അപ്പോഴും നിർമ്മലൻ്റെയോട് പറഞ്ഞതാ, അമ്മയുടെ മുൻപിൽ എനിക്ക് അധികം നേരം കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന്. ഞാനുള്ള കാര്യം അങ്ങ് പറയട്ടെ ആന്റി. അയ്യോ, അത് വേണ്ട മോളെ. ഇനി അത് പറയാതിരുന്ന ഈ രണ്ടുപേരും ചേർന്ന് ചോദ്യം ചെയ്ത് എന്നെ തൂക്കിക്കൊല്ലും. അതിലും നല്ലത് സത്യം പറയുന്നത് തന്നെയാ. വലിയ ബിൽഡപ്പ് ഒന്നും വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചങ്ങ് പറ. അതായത് വേണ്ട ആന്റി ഒന്നും മിണ്ടാതിരിക്കും. ഞാനത് പറയട്ടെ. അതായത് ഞാനും ആന്റിയും കൂടി മാർക്കറ്റിൽ ചെന്ന് ആദ്യം കണ്ട സ്ത്രീയുടെ കയ്യിൽ നിന്നും ഈ ഒരു കെട്ട് ചീര വാങ്ങി. അത് കഴിഞ്ഞ് അടുത്ത ഐറ്റം വാങ്ങാനായി ഞങ്ങൾ അകത്തേക്ക് പോവുകയായിരുന്നു. ലാഗാണല്ലോ, ഒന്ന് വേഗം പറ. പിന്നെ എന്തു പറയാന്, നിർമ്മലാന്റി അവിടെ തല ചുറ്റി വീണു, അത്ര തന്നെ. തല ഇറങ്ങി വീണോ? എന്നിട്ടെന്താ, എടുത്ത് തൊട്ടപ്പുറത്തുള്ള ഒരു ക്ലിനിക്കിൽ കൊണ്ടുപോയി ട്രിപ്പ് ഇട്ടു. വേറെ കുഴപ്പമൊന്നുമില്ല. ക്ഷീണമുണ്ട്, കുറച്ച് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. ഞങ്ങളിങ്ങി പോന്നു. അതുകൊണ്ടാ വൈകിയത്. നല്ല സൂപ്പർ കഥ അല്ലേ മോനെ? രണ്ടെണ്ണം കൂടി എന്തോ കുരുത്തക്കേട ഒപ്പിക്കാൻ പോയതാ. ഇനി അത് സക്സസ് ആകുമ്പോ പറയും ഞങ്ങള് പോയത് ഇന്ന കാര്യത്തിനായിരുന്നു. ഇനി എന്നെ ഇതിനകത്ത് ഇട്ടിരുന്ന എന്റെ സ്വഭാവം മാറുവേ. തുറക്കാൻ ഗൗതം, ഈ കഥക് തുറക്കാനാ പറഞ്ഞത്. കഥക് തുറക്കാനാ പറഞ്ഞത്. എന്നെ ഇതിനകത്തിട്ട് കൊല്ലാൻ പോവാണോ നിങ്ങള്? ഗൗതം, നിങ്ങൾ എന്നെ ഇതിനകത്ത് പൂട്ടിയിട്ടിട്ട് എന്തെടുക്കാൻ പോവാ? മര്യാദക്ക് എന്നെ തുറന്നു വിടാനാ പറഞ്ഞത്. ആ മുറിയിൽ ഇങ്ങനെ പല അപശബ്ദങ്ങളും കേൾക്കും. നീ അതൊന്നും കാര്യാക്കണ്ട. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വെക്കാം. എന്നെ ഇനി ഇതിനകത്ത് പൂട്ടിയിടാനാണ് ഉദ്ദേശമെങ്കിൽ നിങ്ങളെല്ലാം അനുഭവിക്കും. അതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇനി ഒരു 10 മിനിറ്റ് സമയം ഞാൻ തരും. അതിനുള്ളിൽ എന്നെ തുറന്നു വിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ
മുറിയിൽ തന്നെ ഞാൻ കെട്ടിത്തൂങ്ങി ചാവും. ആത്മഹത്യ ചെയ്യുന്നല്ലേ നീ ഉദ്ദേശിച്ചത്? എങ്കിൽ പിന്നെ അത് വേഗം ആയിക്കോട്ടെ. അപ്പോഴേക്കും ഞങ്ങളൊന്ന് ഭക്ഷണം കഴിച്ചേച്ചു വരാം. ആ, എന്തിനാ അമ്മേ അവരവിടെ പൂട്ടിയിട്ടിരിക്കുന്നത്? നീ ഒന്ന് അടങ്ങ് ഗൗതം. അവൾ അകത്ത് കിടക്കുന്നതുകൊണ്ട് എനിക്ക് അത്രയും മനസ്സമാധാനമുണ്ട്. തുറന്നു വിട്ട് വീണ്ടും പൊല്ലാപ്പ് പിടിച്ചു വയ്ക്കാനേ ഞാനില്ല. കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് തീർന്നു എന്ന് പറഞ്ഞപ്പോ അവൾ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി മേടിച്ചു കൊണ്ട് കൊടുത്തു. ഡ്രസ്സുകൾ മുഴുവൻ അലക്കി തേച്ച് റെഡിയാക്കി ജനൽ കൂടെ അകത്തേക്ക് മുടങ്ങാതെ സപ്ലൈ നടത്തുന്നുമുണ്ട്. പിന്നെ അവൾ ആവശ്യപ്പെടുന്ന ജ്യൂസോ വെള്ളമോ എന്താണെന്ന് വെച്ചാ അതെല്ലാം കൃത്യസമയത്ത് തന്നെ ഞാൻ കൊടുക്കുന്നില്ലേ. അടങ്ങി ഒതുങ്ങി അതിനകത്ത് കിടന്ന പിന്നെ എന്താ കുഴപ്പം? ദേ, ഞാൻ വെറും വാക്ക് പറഞ്ഞതല്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളെല്ലാം അതിന് മറുപടി പറയേണ്ടി വരും. അമ്മേ, അമ്മ ഒന്ന് പറയുന്ന കേക്ക്. അവൻ ആത്മഹത്യ ചെയ്യുന്ന പേടിച്ചിട്ടൊന്നുമല്ല. പക്ഷെ അത് വേണ്ട, ഞാൻ ചെന്ന് തുറന്നു കൊടുക്കാം. എടാ മോനെ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇടപെടണ്ട. അമ്മേ, ഗൗതം പറയുന്നതിലും കാര്യമുണ്ട്. അവരെന്തെങ്കിലുമൊക്കെ കാണിക്കുന്നു എന്ന് കരുതി അതുപോലെ നമ്മളും തിരിച്ചു ചെയ്യണോ? അങ്ങ് തുറന്നു വിട്ടേക്കമ്മേ. നിധി, നിനക്ക് അവളുടെ സ്വഭാവം അറിയാലോ. വെറുതെ ഇവനെ സപ്പോർട്ട് ചെയ്യണ്ട. അനുഭവിച്ചത് നമ്മളാ, അത് മറക്കരുത്. നിധി, നീ ചെന്ന് താക്കോലെടുത്ത് കഥ തുറന്നു കൊടുക്കുക. നിധി നിധി പോകരുത്, തുറന്നു കൊടുക്കരുത്. പോട്ടമ്മേ, അങ്ങ് ക്ഷമിച്ചു കളയുന്നേ. ഏയ് നിധി വേണ്ട. അമ്മേ, അമ്മ ഇവിടെ നിൽക്ക്. അവര് പുറത്തിറങ്ങട്ടെ. എന്താ അവര് ചെയ്യുന്നത് നമുക്ക് നോക്കാലോ. വേണ്ടാത്ത പണിയാ നിങ്ങൾ ഈ കാണിക്കുന്നത്. ഇനി വരുന്നതെല്ലാം നിങ്ങൾ തന്നെ അനുഭവിച്ചോണം. ഓ, ഏട്ടത്തെ കൊണ്ട് ഇതെല്ലാം ചെയ്യിച്ചത് നീയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരുന്നുണ്ട്, കേട്ടോടി. ബെസ്റ്റ്. തുറന്നു വിട്ട ഉടനെ അത് ചെയ്ത് എനിക്കിട്ട് തന്നെ കുത്തിക്കോണം. നീ കാത്തിരുന്നോ. ആ മുറിയിൽ എന്തോ മഹാ അത്ഭുതം ഇരിക്കുന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് അകത്ത് തള്ളിയിട്ടതിന് ശേഷം കഥക് പൂട്ടിക്കളഞ്ഞു അല്ലേ? എന്തിനാ എന്തിനാ എന്നെ മുറിക്കകത്തിട്ട് പൂട്ടിയത്? എന്തിനാ പൂട്ടിയിട്ടെന്ന് നിനക്കറിയില്ല അല്ലേ? താമസിക്കുന്ന കൂടാരത്തിന് എന്നെ തീയിടാൻ നോക്കിയാ നിന്നെയൊക്കെ പിടിച്ച് പൂട്ടിയിടുക അല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇനിയും അത്തരം ഏർപ്പാടുകൾ ചെയ്താ തിരിച്ചു പൂട്ടിയിടുക തന്നെ ചെയ്യും. ഓ, അത് ശരി. തോന്നിയ മാസം കാണിച്ചതും പോരാഞ്ഞ് ഇനിയും അത് ചെയ്യുമെന്ന് വെല്ലുവിളിക്ക് കൂടി ചെയ്യുന്നോ? നിങ്ങൾക്കൊക്കെ ലെവലേശം നന്ദിയുണ്ടോ എഴുതി? ഈ കുടുംബത്തിന് വേണ്ടി രാപ്പകലില്ലാതെ അധ്വാനിച്ചവളല്ല ഞാൻ. നോക്ക്, എന്നോട് ഈ പണി കാണിച്ച ഒറ്റ ഒരെണ്ണത്തിനെ ഞാൻ വെറുതെ വിടില്ല.